ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അനവസരത്തിൽ പ്രതികരണം നടത്തിയ റോഷി അഗസ്റ്റിന്റെ നിലപാടിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ കല്ലുകടി. റോഷി സൂപ്പർ ചെയർമാൻ കളിക്കുന്നുവെന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ആരോപണം. ജോസ് കെ മാണി മത്സരിക്കുന്ന കാര്യം ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതും ശരിയായ നിലപാടല്ല എന്നും വിമർശനം. അതേസമയം താനും റോഷി അഗസ്റ്റിനും തമ്മിൽ സഹോദരതുല്യ ബന്ധമാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. പാലായിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് റോഷി സതുദ്ദേശത്തോടെ പറഞ്ഞത് പ്രവർത്തകരുടെ ആഗ്രഹം കൊണ്ടാണെന്നും ജോസ് കെ മാണി. അപ്പോൾ ജോസ് കെ മാണി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആൽവിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആൽവിനിലേക്കാണ്. ആൽവിൻ, എന്തായാലും പാലായിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അതിനാടകീയമായിട്ടുള്ള പല സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ ഇത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയൊക്കെ അവിടെ രൂപീകൃതമായിരിക്കുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ അത്തരത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇരുവരും പറയുമ്പോൾ പോലും പല വാക്കുകളും ജോസ് കെ മാണി ഇന്ന് ഉപയോഗിച്ചത്, റോഷി അഗസ്റ്റിൻ പറഞ്ഞത് തനിക്ക് സുഖിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് റോഷി ചോരത്തിളപ്പ് കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ളതാണ്. പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല റോഷി അഗസ്റ്റിനും ആ ഒരു നിലപാടിൽ നിലകൊള്ളുകയാണ്. ഇതിൽ അണികൾ പറയുന്നത് റോഷി സൂപ്പർ ചെയർമാൻ കളിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി എടുത്തു നോക്കിയാൽ ഇന്നിപ്പോൾ ഈ ഒരു ജോസ് കെ മാണി തനിക്ക് സുഖിച്ചു എന്ന് പറയുമ്പോൾ പലരും പറയുന്നുണ്ട് സുഖിച്ചു എന്നാണോ സഹിച്ചു എന്നാണോ പറയുന്നത് എന്നടക്കമുള്ള കമന്റുകളും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് പാലായിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? കേരള കോൺഗ്രസ് എമ്മിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ടോ? ശരിക്കും ഇരുവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതയുണ്ടോ? സ്വാതി, കഴിഞ്ഞ 5 വർഷക്കാലം കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന ആളാണ് ജോസ് കെ മാണി. കഴിഞ്ഞ 5 വർഷം ഇത്തരത്തിലുള്ള സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഭിന്നത പുറത്തു വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടുപേരുടെയും സ്വരം ഒരേപോലെ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൽ ഭിന്നത ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. റോഷി അഗസ്റ്റിൻ്റെ പ്രസ്താവനയെ ഇന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് തനിക്ക് സുഖിച്ചു എന്ന് തന്നെയാണ്. അതും വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. അത് കൃത്യമായി റോഷിക്കുള്ള മറുപടി തന്നെയാണ് എന്ന് വേണം നമുക്ക് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ചെയർമാൻ മത്സരിക്കുമെന്നും അത് പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇത്രത്തോളം ഈ ചലനങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ഈ ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് അണികൾ വലിയ തരത്തിൽ അന്താളിച്ചു പോയൊരു സംഭവമായി പോയി. എത്ര പെട്ടെന്ന് പാർട്ടി ചെയർമാനും അതോടൊപ്പം തന്നെ മന്ത്രിയും തമ്മിലൊരു അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നു, അത് തുറന്ന് പുറത്തേക്ക് വരുന്നു എന്ന തരത്തിലേക്കാണ് പാർട്ടി അണികൾ ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ റോഷി അഗസ്റ്റിനോടൊപ്പം നിൽക്കുമ്പോൾ മറുവിഭാഗം ആളുകൾ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു മുന്നണി മാറ്റ ചർച്ചകൾ ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ പ്രസ്താവനകളെയൊക്കെയും കണ്ടറിയാൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. UDF-ലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ജോസ് കെ മാണി എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇത് പലതവണ പല നേതാക്കളിൽ നിന്നൊക്കെയും അത് നമുക്ക് മനസ്സിലാക്കിയതെടുത്തുമാണ്. ആ ഭിന്നതയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ജോസ് കെ മാണിക്ക് ഒരു പക്ഷേ പാലായിൽ മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് ശരിയല്ല എന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. റോഷി അഗസ്റ്റിൻ പറയുന്നത് ഒരു നേതാവ് ആർജവത്തോടെ അണികൾക്കിടയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അത് അണികൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം അത് ചില്ലറയല്ല എന്നുള്ളതാണ് റോഷിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കമൻ്റായി പറയുന്നത്. എങ്കിൽ പോലും അതിൽ വലിയകൾക്കിടയിൽ ചില രാഷ്ട്രീയം വായിച്ചെടുക്കേണ്ടതുണ്ട്. ജോസ് കെ മാണിയുടെ പാലായിലെ മത്സരം എത്രത്തോളം കടുപ്പമാകും എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിക്ക് ഈ പാലായിലേക്ക് മത്സരരംഗത്തേക്ക് വരുന്നതിലുള്ളൊരു വിയോജിപ്പ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞ ശേഷം പോലും അദ്ദേഹം പറഞ്ഞത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴും ഞാൻ മത്സരരംഗത്തേക്ക് വരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല, ഇപ്പോൾ ഉള്ള MLA-മാർ പോലും മത്സരരംഗത്തേക്ക് വരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്. അതിന് വീണ്ടും റോഷി അഗസ്റ്റിൻ മറുപടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ റോഷി അഗസ്റ്റിൻ ചില തിരുത്തലുകൾ നടത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ജാഥ ക്യാപ്റ്റനായി LDF-ന്റെ മധ്യമേഖല ജാഥ ക്യാപ്റ്റനായി തുടരുന്ന ജോസ് കെ മാണിയുടെ ചർച്ചകൾ പോകേണ്ടത് LDF-ന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചർച്ചകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെയും അത് കടന്നുപോയത് കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പറ്റിയായിരുന്നു. പാലായിൽ നിന്ന് ഇടുക്കിയിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉടലെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ജോസ് കെ മാണിയോട് ഞാൻ അന്ന് അവിടെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ ക്ലാരിറ്റിയോട് ചോദിക്കുകയാണ്, താങ്കൾ മത്സരരംഗത്ത് ഉണ്ടാകുമോ, താങ്കൾ
താങ്കൾ പാലായിൽ തന്നെ മത്സരിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് മത്സരരംഗത്തേക്ക് അതിനെപ്പറ്റിയൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, എങ്കിലും അത് ഒരു ഘട്ടത്തിൽ പാർട്ടി തീരുമാനിച്ച ശേഷമാകും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോഴാണ് റോഷി അഗസ്റ്റിൻ മൈക്ക് വാങ്ങുകയും പിന്നീട് റോഷി അഗസ്റ്റിൻ തന്നെ പറയുകയും ചെയർമാൻ മത്സരിക്കും എന്നുള്ളത് പറയുകയും പാലായിൽ തന്നെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അത് പുറത്തു വന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നമുക്ക് ഇനി ശ്രദ്ധയോടെ കാണേണ്ടത് ഇരുവരും തമ്മിലുള്ള തുടർന്നുള്ള നീക്കങ്ങളാണ്. ഇതിൽ തുടർന്ന് കോൺഗ്രസും UDF നടത്തുന്ന നീക്കം എന്ത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാകും. സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്രത്തോളം അഭിപ്രായ വ്യത്യാസം മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇവർക്ക് എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് പാർട്ടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ UDF-ന്റെയും കോൺഗ്രസിന്റെയും നീക്കങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധേയമാകും. സ്വാതി.